അപ്പോൾ പെന്നും പെൻസിലും റബ്ബറും എല്ലാം എടുത്തെങ്കിൽ നമുക്ക് ആദ്യം ഉരുളി സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒരു യു ഷേപ്പ് വരയ്ക്കണം. ഇങ്ങനെ യു വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ യുവിനെ ഇങ്ങനെ ക്ലോസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നറിയാമോ? ഇവിടെ ഒരു കർവ് വരയ്ക്കണം, ഇവിടെ ഒരു സി വരയ്ക്കണം. ഇപ്പം നമ്മളുടെ ഉരുളിയായി. ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്താൽ മതി. ആഹാ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തൊക്കെ വെക്കണം? അപ്പം ആദ്യം നമുക്ക് ഒരു വെള്ളരിക്ക, കുക്കുംബർ. അതിനു വേണ്ടി നമ്മൾ ഇവിടുന്ന് മുകളിലോട്ട് താഴോട്ട് വരയ്ക്കണം. നിങ്ങൾ ഇതിൻ്റെ കൂടെ വരയ്ക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഈ കുക്കുംബറിൽ വേറെ എന്ത് വേണം? കുക്കുംബറിൽ ലൈൻസ് വേണം. ഇങ്ങനെ 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 ലൈൻസ് ചെയ്യണേ. ഇവിടെ ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ലൈൻ, ഇങ്ങോട്ട് താഴോട്ട് ലൈൻ, ഇവിടെ നിന്ന് താഴോട്ട് ലൈൻ, ഇവിടെ നിന്ന് താഴോട്ട് ലൈൻ. വേറെ എന്തൊക്കെ വെക്കണം നമുക്ക് വിഷുക്കണിക്ക്? നമുക്ക് കുറച്ച് ബനാന വെച്ചാലോ? പഴം വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് വേറെ ഒരു കുഞ്ഞു യു, പിന്നെ ഒരു കുഞ്ഞു യു, ഇങ്ങനെ ഒരു 3 പഴം വെക്കാം അല്ലേ? അപ്പം പിന്നെ ഒരു യു, എന്നിട്ട് ഇങ്ങോട്ട്, പിന്നെ ഒരു യു, എന്നിട്ട് ഇങ്ങോട്ട്. ഇനി എന്ത് വേണം? ഒരു വെള്ളരിക്കയായി, ഒരു 3 ബനാനയായി. ഇനി നമുക്ക് കുറച്ച് ഓറഞ്ച് വെച്ചാലോ? എന്നാൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. 2 ഓറഞ്ചസ് വെക്കാം നമുക്ക്. 1 2, എന്നിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇനി എന്ത് വേണം? കുറച്ച് പച്ചമാങ്ങ വെക്കാം. പച്ചമാങ്ങ എങ്ങനെ വരയ്ക്കുന്നതെന്ന് അറിയാം? ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ 1. ഇനി എത്ര പച്ചമാങ്ങ വേണം? ഒരു 2 പച്ചമാങ്ങ കൂടെ വയ്ക്കാം. ഓക്കെ. ഇനി എന്ത് വേണം? ഒരു പൈനാപ്പിൾ വെച്ചാലോ? ഓക്കെ. അപ്പം ഞാൻ പൈനാപ്പിളിന് വേണ്ടി പിന്നെ ഇങ്ങനെ ഒരു ഷേപ്പ് വരയ്ക്കുക. പൈനാപ്പിളിൻ്റെ മുകളിൽ ഇങ്ങനെ ലീവ്സ് ഉണ്ട്. അപ്പം 1 2 1 2 1 2 ഇങ്ങനെ ലീവ്സ് വരയ്ക്കാം. പൈനാപ്പിളിൻ്റെ അകത്ത് ഇങ്ങനെ ക്രോസ് വരയ്ക്കണം. ചരിഞ്ഞ് ചരിഞ്ഞ് 1 2 3 4 5 ഇത്ര ലൈൻസ് വേണമെങ്കിലും വരയ്ക്കാമേ. ഇനി ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഡോട്ട് ഇടണം. പൈനാപ്പിളിൽ അങ്ങനെ ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുറേ ഡോട്ട്സ് ഇട്ടു. ഇനി എന്ത് വേണം? വേറെ എന്ത് ഫ്രൂട്ട്സ് വേണം നിങ്ങൾക്ക്? ഗ്രേപ്സ് ഇടാം അല്ലേ? അപ്പോൾ ഗ്രേപ്സ് എവിടെ വെക്കും ഞാൻ? ഗ്രേപ്സ് ഞാൻ ഇവിടെ വെച്ചാലോ? ഗ്രേപ്സ് വരയ്ക്കാൻ നമ്മൾ കുറേ സർക്കിൾ വരച്ചാൽ മതിയേ. 4 സർക്കിൾ ഇട്ടു, ഇനി 3 സർക്കിൾ ഇട്ടു, പിന്നെ 2 സർക്കിൾ ഇട്ടു. ഓറഞ്ചിൻ്റെ മുകളിലോട്ട് വീണാലും കുഴപ്പമില്ല, കുറച്ച് ഗ്രേപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഴും. ഇനി എന്ത് വേണം? ഒരു കണ്ണാടി. നമ്മൾ വിഷുവിൽ കണ്ണാടി വെക്കും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പ് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ജിഗ് 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 ഷേപ്പ് ഇടണം. എന്നിട്ട് ഈ കണ്ണാടിക്ക് ഒരു പിടി വേണം. അതിന് വേണ്ടി ഞാൻ 2 ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. ഇപ്പോൾ ഒരുമാതിരി കുറേ വലിയ വിഷുക്കണിയായി. ഇനി ഒരു വലിയ ചക്ക വെച്ചാലോ നമുക്ക്? ഇവിടെ ഒരു വലിയ ചക്ക വെക്കാം. അപ്പം ചക്കയ്ക്ക് വേണ്ടി ഇങ്ങനെ ഒരു വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ 2 കമ്പ് കൊടുക്കുക. ചക്കയ്ക്ക് കുറേ മുള്ളുണ്ടല്ലോ, അപ്പം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? കുറേ കുത്തു കൊടുക്കാം ചക്കയ്ക്ക്. ഇഷ്ടമുള്ള അത്രയും കുത്തിടണേ. നിങ്ങൾക്ക് ഇങ്ങനെ കുത്ത് 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 കുത്തിട്ട് പോവാം. ചക്കയായി. ഇനി എന്ത് വേണം? ഇനി ഒന്നും മറക്കല്ലേ, ഒരു കാര്യം, കണിക്കൊന്ന ഫ്ലവേഴ്സ്. അപ്പം അതിന് വേണ്ടി ഒരു ലൈൻ ഇങ്ങനെ, ഒരു ലൈൻ ഇങ്ങനെ, ഇഷ്ടമുള്ളത്ര ലൈൻ കൊടുക്കാം. കുറച്ചിങ്ങനെ താഴോട്ടിടാം, ഇവിടെ താഴോട്ടിടാം. ഇത് ലീഫായി. ഇനി നമുക്ക് ഇതിൽ പൂക്കൾ വരയ്ക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കുത്തു കൊടുക്കാം. നമ്മൾ ചക്കയ്ക്ക് കൊടുത്ത പോലെ ഇവിടേക്ക് കുത്തിടണേ. കുത്ത് 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 കുത്ത്.
ഇനി ഫ്ലവേഴ്സിന് വേണ്ടി ഫ്ലവർ വരയ്ക്കാൻ അറിയാമോ? ഇങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്. വിഷുക്കണി കണ്ടിട്ടുണ്ടോ? വിഷുക്കൊന്ന കുഞ്ഞു ഫ്ലവേഴ്സാണ്. അപ്പം ഇങ്ങനെ 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 കൊടുക്കണം. നിങ്ങൾക്ക് ക്രയോൺസ് ഉണ്ടെങ്കിലുണ്ടല്ലോ, വെറുതെ യെല്ലോ വെച്ചിട്ട് കുറേ ഡോട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത് ഫ്ലവർ പോലെ ഇരിക്കും. പെൻസിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ 3 പോലെ വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഷേപ്പ് സർക്കിളായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ 3 3 ആയിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഫ്ലവർ പോലെ വരയ്ക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പം ഇച്ചിരി കൂടെ ഫ്ലവേഴ്സ് ഇട്ടു. ഇവിടെയും കുറച്ച് ഫ്ലവേഴ്സ് ഇട്ടു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാമേ. നമ്മുടെ വിഷുക്കൊന്ന കണിക്കൊന്ന വെച്ചിട്ട് വിഷുക്കണിയായി. ഇനി എന്ത് വേണം? ഇനി നമുക്ക് കുറച്ച് കളർ ഇട്ടാലോ? ഓക്കെ. അപ്പം നിങ്ങൾ നിങ്ങളുടെ കളർ അടിച്ചോളൂ, ഞാൻ എൻ്റെ പെട്ടെന്ന് കളർ അടിച്ചോളാം. ഞാനിവിടെ വെള്ളരിക്കയ്ക്ക് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ബനാനയ്ക്ക് യെല്ലോ. ബനാനയ്ക്ക് യെല്ലോ കൊടുക്കാം. പൈനാപ്പിളും യെല്ലോ ആണല്ലോ, അപ്പോൾ പൈനാപ്പിളിനും യെല്ലോ കൊടുക്കാം. പിന്നെ പച്ചമാങ്ങയ്ക്ക് എന്ത് കളറാണ്? പച്ചമാങ്ങയ്ക്ക് പിന്നെയും ഗ്രീൻ കളറല്ലേ, അപ്പോൾ ഗ്രീൻ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനും ഒക്കെ കളറ് കൊടുക്കാം. ഓറഞ്ചിന് ഞാൻ ഓറഞ്ച് കളർ കൊടുത്തു. ഇനി എന്താണുള്ളത്? എനിക്ക് ഗ്രേപ്സിന് ഞാൻ ഒരു പർപ്പിൾ കളർ കൊടുക്കാം. ഗ്രേപ്സ് എല്ലാ കളറും ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, പക്ഷെ ഞാൻ പർപ്പിൾ കളറാണ് കൊടുക്കുന്നത്. ഇനി ചക്കയ്ക്കും ഗ്രീൻ കളർ അല്ലേ. ഉരുളിക്ക് വേണ്ടി ഗോൾഡൻ കളറാണ്. അപ്പം ഞാനിവിടെ ഗോൾഡൻ ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു യെല്ലോ ഔട്ട്ലൈൻ പോലെ മാത്രം കൊടുക്കുവാണ്. ഇവിടെ ഈ ലൈൻസിലും ഇവിടെ. ഇനി നമ്മളുടെ വിഷുക്കണി ഫ്ലവേഴ്സ്, അതിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇങ്ങനെ ഡോട്ട് ഇട്ടാൽ മതി. അതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കണിക്കൊന്ന വരയ്ക്കാൻ പറ്റുന്നത്. കുറേ ഡോട്ട്. നിങ്ങൾക്കൊരു കോട്ടൺ ബഡ് ഉണ്ടെങ്കിൽ അതിലിങ്ങനെ കളറിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ചാൽ ഒന്നും കൂടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഇവിടെ ഈ കമ്പില്ലേ, ആ കമ്പിന് ഞാൻ ഗ്രീൻ കളർ കൊടുക്കുക. ഇവിടെയും കുറച്ചുണ്ട്, ഇവിടെയും കുറച്ച് ഇലയുണ്ട്, ഇവിടെയും കുറച്ച് ഇലയുണ്ട്, പൈനാപ്പിളിൻ്റെ ഇലയുണ്ട്, ചക്കയുടെ തണ്ടുണ്ട്. എല്ലാം ഗ്രീൻ കളറാണല്ലോ. ഈ വെള്ളരിക്ക ഗ്രീനാണ്, അതിനും ഗ്രീൻ കൊടുത്തു. ഇനി നമുക്ക് ഹാപ്പി വിഷു എന്ന് എഴുതാം. അങ്ങനെ നമ്മുടെ വിഷുക്കണി ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ വിഷുക്കണി ഡ്രോയിങ്? ഇപ്പം നമ്മുടെ വെള്ളരിക്കയായി, വിഷുക്കൊന്നയായി, ബനാന, മാങ്ങ, ഓറഞ്ച്, ഗ്രേപ്സ്, ചക്ക, പൂക്കൾ, കണ്ണാടി, അങ്ങനെ നമ്മുടെ വിഷു പിക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. യെസ്. എങ്ങനെയുണ്ട് നമ്മുടെ ഹാപ്പി വിഷു ഡ്രോയിങ്? ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ല്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.